നമസ്കാരം സാർ. നമസ്കാരം, പറയൂ സാർ, വീണ്ടും ഫ്രണ്ട് ആകാൻ ട്രംപ് തയ്യാറായിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത സുഹൃത്താണെന്നാണ് മോദി തന്നെ പറയാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഫ്രണ്ട് ആകാൻ ട്രംപ് മുതിരുമ്പോൾ ഇന്ത്യ US ബന്ധം വീണ്ടും തുടരും എന്ന് തന്നെയാണോ നമുക്ക് കരുതേണ്ടത്? മോദി മഹാനായ പ്രധാനമന്ത്രിയാണെന്ന് ട്രംപ് പറയുന്നു. ഇനി നാളെ മാറ്റി പറയുമോ എന്തോ ഒന്ന് പറയാമോ സാർ? ഒന്നാമത്തെ കാര്യം, രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയല്ല. നമ്മുടെ നാട്ടിലെ പാർട്ടികളും തമ്മിലുള്ള ബന്ധം, വ്യക്തികളും പാർട്ടികളും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്കറിയാം. അതൊരു പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയല്ല, അത് സാമ്പത്തിക ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ്. ഓരോരുത്തരും അവനവന്റെ വരുമാനം ആരാണോ അവരുടെ കൂടെ നിൽക്കുക, നമുക്ക് ഗുണമുള്ളത് ആരാണോ അവരുടെ കൂടെ നിൽക്കുക, അല്ലാണ്ട് പ്രത്യയശാസ്ത്രമൊന്നുമില്ല. അതേ കാര്യം തന്നെ ഇന്ന് അന്താരാഷ്ട്ര തലത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് നമ്മൾ ചേരിചേരാ നയം എന്നൊക്കെ പറഞ്ഞ് ഒരു നയം സ്വീകരിച്ചിരുന്നു. സോവിയറ്റ് ചേരിയും അമേരിക്കൻ ചേരിയും രണ്ടായി നിൽക്കുകയും അതിൽ നമ്മൾ ഒരു പക്ഷം ചേരാതിരിക്കുകയും പരമാവധി ജനകീയമായ സമരങ്ങളെ പിന്താങ്ങുന്ന അല്ലെങ്കിൽ പോരാട്ടങ്ങളെ പിന്താങ്ങുന്ന സോവിയറ്റ് ചേരിക്കൊപ്പം ഇന്ത്യ നിൽക്കുകയൊക്കെ ചെയ്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ലോകം തന്നെ മാറിയിരിക്കുന്നു. ഇന്നിപ്പോ ഏകധ്രുവ ലോകം എന്നെല്ലാവരും പറയുമെങ്കിലും ബഹുധ്രുവ ലോകത്തിലേക്ക് ലോകം മാറിയിരിക്കുന്നു. പല ധ്രുവങ്ങളാണിപ്പോ, പല താല്പര്യങ്ങൾ, പല താല്പര്യ സംഘർഷങ്ങൾ. മുമ്പലത്തെ പോലെ അമേരിക്കയെയും നാറ്റോ രാജ്യങ്ങളെയും ഒന്നിച്ചു നിർത്താൻ കഴിയുന്ന ഒരു മറുശക്തിയില്ല. ഇപ്പോ ഇസ്ലാമിക ശക്തികളെ മുമ്പ് കാണിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ അവര് പോലും അങ്ങനെ ഒരു ശക്തമായൊരു ചേരിയല്ല. ഇറാൻ എന്നൊരു രാഷ്ട്രം, അല്ലെങ്കിൽ ഹമാസ്, അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപുകൾ, അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ ഇസ്ലാമിക ഫോഴ്സ്. മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്ന് പറയാവുന്ന ചേരി ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. ആ ചേരിയിൽ നിലനിൽക്കുന്ന ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഒന്നുമല്ലാതായിരിക്കുന്നു. കാരണം അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമൊന്നും അല്ലല്ലോ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിത്ത രാജ്യമാണ്. കമ്പോളത്തെ ആശ്രയിക്കുന്ന, പ്രത്യേകിച്ചും പാശ്ചാത്യ കമ്പോളത്തെ കാര്യമായി ആശ്രയിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചുങ്കത്തിന്റെ സംഘർഷം എന്ന് തന്നെ ആലോചിക്കുക. അതൊരു സംഘർഷമൊന്നും ആയിരുന്നില്ല. അവിടെയൊക്കെ ഒരുപാട് വിലപേശലുകൾ, നമ്മൾ ഈ പുറത്ത് കാണുന്ന തീരുവയുടെ 50% അല്ലെങ്കിൽ 5% എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് വിലപേശലുകൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെയൊക്കെ സത്യം കുറെ കാലം കഴിഞ്ഞിട്ടേ പുറത്തു വരൂ. ട്രംപും മോഡിയും തമ്മിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ട്രംപും മോഡിയും തമ്മിലല്ല, ഇന്ത്യയിലെ കോർപ്പറേറ്റുകളും അമേരിക്കയിലെ കോർപ്പറേറ്റുകളും അവരുടെ താല്പര്യം എങ്ങനെ ഇതിൽ അടിച്ചേൽപ്പിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ ചർച്ചയാണ്. കാരണം ഇപ്പൊ കോർപ്പറേറ്റുകൾക്ക് അമേരിക്ക, ഇന്ത്യ എന്നൊന്നും ഇല്ലാതായിരിക്കുന്നു ഒരു പരിധി വരെ. കാരണം അവർക്കൊക്കെ മൾട്ടിനാഷണൽ താല്പര്യങ്ങളുണ്ട്. ഇപ്പൊ മൈക്രോസോഫ്റ്റിന് അമേരിക്കയിലാണോ ഇന്ത്യയിലാണോ കൂടുതൽ താല്പര്യം എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ചൈനയിൽ അതിനേക്കാൾ കൂടുതൽ താല്പര്യം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റു പല കമ്പനികൾക്കും, ആപ്പിളിനോ, അതുപോലെ ഞാൻ സോഫ്റ്റ്വെയർ മാത്രമാണ് പറയുന്നത്, മറ്റു കമ്പനികൾക്കും അവർക്കൊക്കെ താല്പര്യം പല തലത്തിലാണ്. ഇപ്പോ ചൈനയും ഇന്ത്യയും, ചൈനയിലേക്കാൾ പിന്നെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. അപ്പൊ ഇന്ത്യ എന്ന മാർക്കറ്റിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് നിൽക്കാൻ കഴിയില്ല, ഒരുപക്ഷെ ചൈനയ്ക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പൊ ചൈനയും അമേരിക്കയും ഇന്ത്യൻ മാർക്കറ്റിനെ ആശ്രയിക്കുന്നു എന്നതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റയടിക്ക് ഇത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ചൈനയിലെ കോർപ്പറേറ്റുകൾ, അതും അമേരിക്കൻ കോർപ്പറേറ്റുകൾ തന്നെയാണ് ചൈനയിലുള്ളത്. അവരുണ്ടാക്കി വിൽക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ വരികയാണ്. പേരൊക്കെ മാറിയാ വരണമെങ്കിലും അത് അതുപോലെയൊക്കെ തന്നെയാ വരുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വരുന്ന മിക്കവാറും ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ അമേരിക്കൻ, ചൈനീസ് കമ്പനികൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതുപോലെ തന്നെ അമേരിക്കയിലുള്ള വ്യാപാരത്തിന്റെ വലിയൊരു പങ്ക് ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇത് പരസ്പരം ആശ്രയിക്കാതെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. മറ്റതൊക്കെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കലാണ്. അവർ തമ്മിൽ വലിയൊരു ആശ്രിതത്വമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പുറത്ത് കാണുന്ന സംഘർഷങ്ങളല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള സംഘർഷം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇപ്പോ ഇന്ത്യ റഷ്യയുമായും ചൈനയുമായും യോജിച്ചു നിന്നുകൊണ്ട് അമേരിക്കക്കെതിരായി നിൽക്കും എന്നൊക്കെ പറയുന്ന വീരവാദങ്ങളൊക്കെ വെറും ഭോഷ്കാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഉദാഹരണത്തിന് എണ്ണ ഇറക്കുമതി ഇന്ത്യ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഇറാനിൽ നിന്നാണ്. അമേരിക്ക എങ്ങനെ നിർബന്ധിച്ചാലും ഇന്ത്യക്ക് ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ആയിരിക്കാൻ പറ്റില്ല. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് എന്നതുകൊണ്ട്, ഇന്ത്യക്ക് മൊത്തമല്ല ഗുണം, അത് അംബാനിക്കും അദാനിക്കും ഒക്കെയാണ് ഗുണം. അതിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പൊ ആ അർത്ഥത്തിൽ റഷ്യയുമായും
ചൈനയുമായും US-ഉമായും ഒരേപോലെയുള്ള ഒരു ഞാണിന്മേൽ കളി ആണ് ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ താല്പര്യം. ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ താല്പര്യം. ഇതിൽ നമ്മൾ പറയുന്നത് ദേശാഭിമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പലതരത്തിൽ ഇന്ത്യയുമായി അവരുടെ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഇന്ത്യ ഒരു കമ്പോളം എന്നുള്ളത് പോലെ തന്നെ, ഇപ്പോൾ സോഫ്റ്റ്വെയറും അതുപോലെയുള്ള കാര്യങ്ങളും കമ്പ്യൂട്ടർ അതുപോലുള്ള കാര്യങ്ങളും കമ്പോളം എന്നതുപോലെ തന്നെ ഇന്ത്യ ഒരു തൊഴിൽ കേന്ദ്രം കൂടിയാണ്. കുറഞ്ഞ ചെലവിൽ അവർക്ക് ഇപ്പോൾ ജോലി ചെയ്യിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അത് സോഫ്റ്റ്വെയർ ജോലിയാവാം, കോട്ടൺ ജോലിയാവാം, അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ ജോലികളാവാം, സ്പൈസസ് ആവാം, ചെമ്മീനാവാം, അതുപോലെ ചെറുകിട ഉൽപ്പന്നങ്ങളാവാം. ഇതിന്റെയൊക്കെ വലിയൊരു മാർക്കറ്റ് അമേരിക്കയിൽ ഇന്ത്യക്കുണ്ട്. ഇപ്പൊ ബീഫിന്റെ തന്നെ ലോകത്തിലെ ഏറ്റവും കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. എവിടേക്കാ ബീഫ് കയറ്റുമതി ചെയ്യുന്നത്? അത് ഈ പറഞ്ഞ പോലെ പാശ്ചാത്യ രാജ്യങ്ങൾക്കാണ്. മറ്റൊരു കാര്യം, യൂറോപ്യൻ യൂണിയൻ ഇതിൽ മൗനം പാലിക്കുകയാണ് ഈ കളിയിൽ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. കാരണം അമേരിക്കയുമായി ഒരുപക്ഷെ സാമ്പത്തികമായി മത്സരിക്കാൻ കഴിയുന്ന മറ്റൊരു ശക്തി ചൈന വിട്ടുകഴിഞ്ഞാൽ ഒരു ശക്തിയായി യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. അപ്പൊ യൂറോപ്യൻ യൂണിയൻ ഇതുവരെ ഒന്നും മിണ്ടുന്നില്ല. ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോലും ഉക്രൈന്റെ കൂടെ യൂറോപ്യൻ യൂണിയൻ നിൽക്കണമെന്ന് പറയുമ്പോഴും പല രാജ്യങ്ങളും ഉക്രൈന്റെ കൂടെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബന്ധങ്ങൾ വളരെ എന്താ പറയുക, വളരെ അഴഞ്ഞതാണ്. നമ്മൾ കാണുന്ന പോലെ ഒരു രൂക്ഷമായ ഒരു കൃത്യമായ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവല്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പരസ്പരം അങ്ങോട്ട് ഫ്രണ്ട് വിളിക്കലും, നിങ്ങൾ മഹാനാണെന്ന് പറയലും, നിങ്ങൾ പൊട്ടനാണെന്ന് പറയലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതിലൊന്നും നമ്മൾ വല്ലാതെ ഇതാവേണ്ട. ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക രാഷ്ട്രീയം, പൊളിറ്റിക്കൽ എക്കോണമി എന്താണ് എന്നാണ് നമ്മളിപ്പോൾ ആദ്യമായി പഠിക്കേണ്ടത്. ആ പൊളിറ്റിക്കൽ എക്കോണമി പഠിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ പൂർണ്ണമായി നിലനിൽക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ പിൻബലത്തോടെയാണ്. അല്ലെങ്കിൽ ഇസ്രായേലിന് പ്രത്യേകിച്ച് യാതൊരു സ്റ്റാൻഡും ഇല്ല. അമേരിക്ക പിന്താങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN-ൽ പോലും ഇസ്രായേലിന് പ്രതിസന്ധി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനോടുള്ള പ്രതികരണം എന്തായിരിക്കും? യൂറോപ്യൻ രാജ്യങ്ങൾ പലതും, കാനഡ അടക്കമുള്ള വടക്കേ അമേരിക്കൻ രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിനെ എതിർക്കുകയും ഫലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഇത് അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. അപ്പൊ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ചില കളികളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആയുധ വ്യാപാരത്തിൽ ചില കളികളുണ്ട്. അപ്പൊ പഴയതുപോലെ ഒരു നേർരേഖ വരച്ച് അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത് എന്ന് പറയാവുന്ന ഒരു രാഷ്ട്രീയം ലോകത്തില്ല. അതുകൊണ്ടാണ് നമുക്കിത് തോന്നുന്നത്. ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇസ്രായേലിനൊപ്പം നിൽക്കും അല്ലെങ്കിൽ ഫലസ്തീനൊപ്പം നിൽക്കും എന്ന് ഉറപ്പിച്ച് പറയാവുന്ന അമേരിക്കയ്ക്ക് പോലും ചിലപ്പോൾ മാറേണ്ടി വരും. ഇറാനെതിരെ അമേരിക്ക ഇനി നാളെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ ഇറാനുമായി വളരെ അടുത്ത ബന്ധമാണ് ചൈനയ്ക്കുള്ളത്. കാരണം അവർക്കും സാമ്പത്തിക ബന്ധങ്ങളുണ്ട്. അല്ലാണ്ട് അമേരിക്കയും ചൈനീസ് കമ്മ്യൂണിസത്തിന് ഇറാനിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തോട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായതുകൊണ്ടല്ല. അങ്ങനെ വരുമ്പോൾ ഇറാന്റെ പ്രശ്നത്തിൽ എങ്ങനെയാണ് അമേരിക്കയും ചൈനയും തമ്മിൽ എങ്ങനെ വരും? ഉക്രൈന്റെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു. ഉക്രൈന്റെ വിഷയത്തിൽ ഇപ്പൊ എങ്ങനെയാണ് വരിക? റഷ്യക്ക് ഉക്രൈന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഉക്രൈന്റെ വിഷയത്തിൽ യൂറോപ്പിന് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അമേരിക്ക ഉക്രൈന്റെ പ്രധാനമന്ത്രിയെ വിളിച്ച് 2 പ്രാവശ്യം കളിയാക്കി വിട്ട മാതിരിയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇതിലൊന്നും ഒരു ശാസ്ത്രീയമായ അല്ലെങ്കിൽ ആശയപരമായ അടിത്തറയല്ല, താൽക്കാലികമായ രാഷ്ട്രീയ ലാഭനേട്ടങ്ങൾ, സാമ്പത്തിക ലാഭനേട്ടങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഇതിൽ വല്ലാതെ വേവലാതി കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് ഫ്രണ്ടാവും, ഇടയ്ക്ക് ശത്രുവാവും. അത് ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് ഈ ആളുകളെ കുറിച്ചാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.